യെസ്, അപ്പം എൻ്റെ കൂടെ ഇന്നുള്ളത് രഘുപതിയാണ്, KS രഘുപതി. നമ്മുടെ നീറ്റ് 2023 പരീക്ഷയിൽ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയ, നമ്മുടെ 720-ൽ 640 മാർക്ക് കരസ്ഥമാക്കിയ ഒരു മിടുക്കനാണ് രഘുപതി. രഘുപതിയെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ കൊല്ലം സെന്ററിൽ റിപ്പീറ്റർ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രഘുപതി AFMCയിൽ ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇപ്പം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ ജൂലൈ 30-31 ഇന്റർവ്യൂ. അപ്പൊ ഇന്നലെ റിസൾട്ട് വന്നത് ഇപ്പം ക്ലിയർ ആക്കിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് അല്ലെ ഈ ഒരു നിമിഷം. അപ്പം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കും ഈ ഒരു AFMC, കാരണം നീറ്റ് സ്കോർ മാത്രം പോരാ, ഒരുപാട് ബാക്കി കുറെ കടമ്പകളുണ്ട് ഈ ഒരു AFMCയിൽ അഡ്മിഷൻ കരസ്ഥമാക്കണമെങ്കിൽ. സോ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമുണ്ട് എങ്ങനെയായിരിക്കും ഈ ഒരു AFMC പ്രൊസീജിയേഴ്സ്, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കും എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമുണ്ട്. അപ്പൊ നമുക്കത് രഘുപതിയോട് തന്നെ ചോദിച്ചറിയാം അല്ലെ, എങ്ങനെയാണ് ഈ ഒരു AFMCയിൽ എത്തിപ്പെട്ടത്, നമുക്കതൊക്കെ ഒന്ന് അറിയാം. ഓക്കെ, അപ്പം രഘുപതി ഇപ്പൊ എന്താണ് ആ ഒരു, കാരണം നീറ്റ് ഒരു സ്കോർ മാത്രം പോരാ, അത് കഴിഞ്ഞ് ഇപ്പം നീറ്റ് എന്ന 640 മാർക്ക് കരസ്ഥമാക്കി, ഇനി നെക്സ്റ്റ് AFMC എന്ന ലക്ഷ്യം, അതെങ്ങനെയാണ് രഘുപതി എത്തിച്ചേർന്നത്? തീർച്ചയായും AFMCയുടെ കട്ട് ഓഫ് റിലീസ് ചെയ്യുക. ആദ്യമേ നമ്മൾ ഷോർട്ട് ലിസ്റ്റ്, കുറെ പേര് ഒരു ലിസ്റ്റ് ഉണ്ടാകും. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയും. 622 മാർക്കായിരുന്നു ഇത്തവണത്തെ ബോയ്സിനുള്ള കട്ട് ഓഫ്. അപ്പം 622 മാർക്കിന് മുകളിൽ നേടിയതും കൗൺസിലിംഗിന്റെ സമയത്ത് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ നിന്ന് സബ്മിറ്റ് ചെയ്തവരും വെച്ച് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് അവരുടെ വെബ്സൈറ്റിലാണ് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത്. അതിന്ന് നമുക്ക് നമ്മുടെ നെയിമിന് അനുസരിച്ച് അവരുടെ ഡേറ്റിൽ നമ്മുടെ ഇന്റർവ്യൂവിന് പൂനെയിലേക്ക് വിളിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 30 31 ആയിരുന്നു നമ്മുടെ പൂനെ ഫസ്റ്റ് ഡേ. 30 അന്ന് ഇന്റർവ്യൂ മാത്രമല്ല, അതിനു മുമ്പ് ഒരു ഹെക്ടിക് എന്ന് തന്നെ പറയാം, വലിയൊരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തന്നെ ഉണ്ട്. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും അത് അവരുടെ ബ്രോഷറിൽ തന്നെ പറയുന്നുണ്ട്. കുറെ സർട്ടിഫിക്കറ്റ്സ് 10th 12th നീറ്റിന്റെ അഡ്മിറ്റ് കാർഡും മാർക്ക് ഷീറ്റും അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റ്സുമായിട്ട് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം. അവര് ചിലവർക്ക് 2 ബാച്ച് ആണ് ഉണ്ടായിരുന്നത്, 7 AM ബാച്ചും 9 AM ബാച്ചും. എന്റെ 9 AM ബാച്ച് ആയിരുന്നു. അപ്പം നമ്മൾ ആ ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ആർമിയുടെ തന്നെ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഇത് ക്യാൻസൽ ആവാൻ വരെ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ച ഇൻസിഡൻസും അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ആദ്യത്തെ നമുക്ക് ഉച്ചവരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരുന്നു ഫസ്റ്റ് ഡേ. നമ്മുടെ ഫുൾ ഡോക്യുമെന്റ്സ് അവിടെ 2 ബുക്ക്ലെറ്റ് ഉണ്ട്. നമുക്ക് മെഡിക്കൽ ബുക്ക്ലെറ്റും ഉണ്ട്, നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഒരു ബുക്ക്ലെറ്റും ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവർ വെരിഫൈ ചെയ്ത് കഴിയും. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ToELR ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന നമ്മുടെ എക്സാമിലേക്ക് നമ്മളെ 10 to 15 വരെ ബാച്ച് ആക്കി മാറ്റും ഫസ്റ്റ്. അതിനകത്ത് ഒരു എസ്കോർട്ടിനെ, അവരുടെ തന്നെ ഒരാളെ നമുക്ക് എസ്കോർട്ടായിട്ടും തരും. അപ്പം അവരാണ് നമ്മളെല്ലാം ഗൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമ്മളെ ഫസ്റ്റ് കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ToELR ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന എക്സാമിനാണ്. ബേസിക് ഇംഗ്ലീഷ് 10th മുതലുള്ള ബേസിക് ഇംഗ്ലീഷും കോംപ്രഹെൻഷൻ, സിനോണിം ആന്റോണിംസ് അങ്ങനത്തെ ഒക്കെയാണ് ഇംഗ്ലീഷിൽ ചോദിച്ചത്. ലോജിക് ആൻഡ് റീസണിംഗും നമുക്ക് സീക്വൻസ് ആൻഡ് സീരീസ് അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള അതൊക്കെ ആയിരുന്നു. അതൊന്നും വലിയ പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് PAT. ഇതിന്റെ മാർക്കൊന്നുമില്ല, പക്ഷെ ToELR ടെസ്റ്റിന് 80 മാർക്സിനാണ് എക്സാം നടക്കുന്നത്. അത് നീറ്റ് സ്കോറുമായിട്ട് ആഡ് ചെയ്യുകയാണ്. ഇപ്പൊ നീറ്റ് 720-ൽ എനിക്കിപ്പോ 640 മാർക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ToELR ടെസ്റ്റിന് എനിക്ക് 80 മാർക്സും കിട്ടിയെങ്കിൽ അതിനെ 2 ആഡ് ചെയ്യും. അതായത് 720 മാർക്സ് എനിക്ക് അപ്പോൾ, എന്നിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ 720-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മുടെ ഇന്റർവ്യൂവിന് 50 മാർക്സ് ആണ് ഉള്ളത്. ആ 50 മാർക്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ToELRന് ഉള്ള ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. കാര്യം നീറ്റിന് അല്പം മാർക്ക് നമുക്ക് കുറവാണെങ്കിൽ പോലും ToELRന് നമുക്കൊരു നല്ല മാർക്ക് നേടാൻ സാധിച്ചാൽ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ മുകളിൽ നീറ്റ് സ്കോർ ഉള്ളവരെക്കാളിലും നമുക്ക് മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് അവിടെ നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ PAT ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത്, അത് സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്. അതിന് മാർക്കൊന്നുമില്ല, പക്ഷെ നമ്മളെ ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് എന്ന് പറയും, അത് അനലൈസ് ചെയ്യാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഈ PAT ടെസ്റ്റ്. അപ്പം ഈ PAT ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മുടെ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവരുടെ കൈ കാണും. അപ്പം അത് വെച്ചിട്ട് അവർക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ അവർക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഈ PAT കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അന്നത്തെ ഡേയിലാണ് നമുക്ക് ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂ തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് പ്രീ ഇന്റർവ്യൂ ഉണ്ട്, അതൊരു ബ്രിഗേഡിയർ റാങ്കിലുള്ള ഒരു ഓഫീസറുമായിട്ടാണ് പ്രീ ഇന്റർവ്യൂ. അതൊരു 1-on-1 ഇന്റർവ്യൂ ആണ്. അത് കഴിയുമ്പോഴാണ് മെയിൻ ഇന്റർവ്യൂ വരുന്നത്. ഇപ്പം ബ്രിഗേഡിയർ ഇന്റർവ്യൂ ചെല്ലാനാണെങ്കിൽ എന്റെ ഡേയിൽ തന്നെ എന്റെ ബാച്ചിൽ തന്നെ ശരിക്കും പറയുന്നത് 6 മലയാളികളോളം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 6 പേരും ബ്രില്യന്റ് തന്നെ ആയിരുന്നു. എല്ലാവരും മീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ 6 പേര് ബ്രില്യന്റ് ആയപ്പോ തന്നെ എന്റെ പ്രീ ഇന്റർവ്യൂവിന് നമ്മൾ ബ്രിഗേഡിയറിന്റെ അടുത്ത് ചെല്ലാൻ നേരത്തെ തന്നെ പുള്ളി എന്നോട് ആദ്യമേ ചോദിച്ച കാര്യം ആരും ഓൾസോ ഫ്രം ബ്രില്യന്റ് എന്നാണ്. കാര്യം എന്നെ മുമ്പേ 3 പേരും പുറകെ കയറി 2 പേരും ബ്രില്യന്റ് തന്നെ ആയിരുന്നു. അപ്പം അതൊക്കെ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മളെ തന്നെ ഒരു ഹോംലി ഫീൽ കിട്ടും നമുക്ക് ബ്രില്യന്റിൽ അത്രയും ഫേമസ് ആണെന്ന് അറിയുമ്പോൾ. അപ്പം പ്രീ ഇന്റർവ്യൂവിനകത്ത് നമ്മളെ കുറിച്ച് നമ്മുടെ ജസ്റ്റ് അത്ര ഒരു 5 minutes ഇന്റർവ്യൂ പ്രീ ഇന്റർവ്യൂ വരത്തുള്ളൂ. കാര്യം ജസ്റ്റ് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ സർട്ടിഫിക്കറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ
എനിക്ക് ആർമി ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ ഇടയിൽ ഒരു സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്റർവ്യൂവിന് സമയത്ത് കുറച്ച് ഗ്രേസ് മാർക്സ് പോലെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. ആർമി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും നമ്മുടെ ഈ അവർ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനാണെങ്കിൽ അവിടെയും നമുക്കൊരു അഡീഷണൽ ഒരു സ്കോർ കിട്ടും, കുറച്ച് മാർക്ക് കിട്ടുന്നതാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഒരു റിസർച്ച് പേപ്പർ, കാര്യം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സ്പൈഡറിനെ ഡിസ്കവർ ചെയ്ത ഞാനാണ്. അപ്പം അതെനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആർമി ബാക്ക്ഗ്രൗണ്ടും ഇങ്ങനൊന്നും ഇല്ലാതിരുന്നപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു പുതിയ സ്പൈഡറിനെ അത് ഞാനാണ് കണ്ടുപിടിച്ചത്. പേര് പോർട്ടി ആൽമാൻ ആണ്. അത് ഇന്ത്യയിലെ 1900 ശേഷം 5 ലൊക്കേഷനിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പം കേരളത്തിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്. അതിപ്പോഴും കുറച്ച് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ. അപ്പം അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയെന്ന് തോന്നുന്നു. കാര്യം പ്രീ ഇന്റർവ്യൂവിൽ ബ്രിഗേഡിയർ നല്ലോണം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമുക്ക് സെൽഫ് അവെയർ ആയിരിക്കാം. എന്നെ ഇപ്പം ചോദിക്കുന്നത് എൻ്റെ ഫാദറിന്റെ പ്രൊഫഷൻ ചോദിച്ചു. അപ്പം ഞാൻ ബാങ്ക് മാനേജറാണ്, ആക്സിസ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ശിഖ ശർമ്മ എന്ന് പറയുന്ന ആളെ അറിയുമോന്ന്. അതായത് CEO ആയിരുന്നു, ആക്സിസ് ബാങ്കിന്റെ CEO ആയിരുന്നു അവര്. അപ്പം അങ്ങനെ നമ്മൾക്ക് പേരന്റ് പ്രൊഫഷനെ കുറിച്ച് കുറച്ച് അറിഞ്ഞെങ്കിൽ അങ്ങനത്തെ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഒരു ഇന്റർവ്യൂ മാത്രം നമ്മളൊന്ന് കൂളാക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ആണ് ഈ പ്രീ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് അതേപോലെ ഇന്റർവ്യൂ ബോർഡിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ബോർഡിന് ചെല്ലുന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ സർട്ടിഫിക്കറ്റ്സും, നമ്മുടെ ബാക്കി 10th എല്ലാം അവരുടെ കയ്യിലുണ്ട്. നമ്മളൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാം അവരുടെ തന്നെ ഉള്ള കാരണം നമ്മുടെ ഒരു 5 to 10 minutes ഇന്റർവ്യൂ മാത്രമേ മെയിൻ ഇന്റർവ്യൂ വരുന്നുള്ളൂ. പക്ഷെ ഇത്തവണത്തെ മെയിൻ ഇന്റർവ്യൂവിന് ഒരു സ്പെഷ്യാലിറ്റി പറയാനാണ് ഇതുവരെ ചോദിച്ചിരുന്നത്. സാധാരണ ഞാൻ വായിച്ചെന്ന് വെച്ച്, കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ 10th തൊട്ടുള്ള ഡ്രീം ആയിട്ട് തന്നെ ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിരുന്നു. അപ്പം മുൻപുള്ളവരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ഹോബീസും അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോയിരുന്നത്. പക്ഷേ ഇത്തവണ അതിന് വ്യത്യസ്തമായി എന്നോട് ചോദിച്ചിരുന്നത് കുറച്ചുകൂടെ വേൾഡ് റിലേറ്റഡ് തിങ്സ് ആണ്. കാര്യം കറണ്ട് അഫയേഴ്സ്, കാര്യം റഷ്യ യുക്രൈൻ വാറും അത് കാരണം വേൾഡിനുള്ള GK ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സാധാരണ അത് ചോദിച്ചിരുന്നത് ഇപ്പം GK ഒരു ഹോബിയായിട്ട് പറയുന്നവരോടായിരുന്നു സാധാരണ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. അപ്പോൾ എന്റെ ബാച്ച്മേറ്റ്സിനോട് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത് അവരോടും അങ്ങനത്തെ, ഇപ്പം ഒരു ആലപ്പുഴക്കാരനുണ്ടായിരുന്നു, പുള്ളിക്കാരനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ആലപ്പുഴ വെനീസ് ഓഫ് കേരളം എന്ന് അറിയപ്പെടുന്നത് എന്നൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം അങ്ങനെ എല്ലാം നമ്മൾ കുറച്ച് സെൽഫ് അവെയർ ആയിരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. കാര്യം ഇന്റർവ്യൂവിൽ ഇൻ കേസ് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ബ്ലഫ് ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മള് തീർച്ചയായും സോറി സാർ നമുക്ക് അറിയത്തില്ലെന്ന് നമ്മൾ പറയാം. എത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് ആണ് അവർക്ക് ഒരു രീതി ജഡ്ജ് ചെയ്യുന്നത്. ഒരു 6 to 7 members ഉള്ള പാനലാണ്. അതിനകത്ത് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പം അവരുടെ കയ്യിൽ നമ്മുടെ ഈ പാറ്റ് സ്കോർ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് അവര് നമ്മളെ അനലൈസ് ചെയ്യണം. നമ്മളെ പറയുന്നതുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് അവർക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പം അതേപോലെ തന്നെ എന്നോട് പിന്നെ വേൾഡ് കറൻസീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബേസിക്കലി ഇപ്പം അതാണ് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിലെ ഇന്റർവ്യൂ ഇത്തവണ എനിക്ക് വ്യത്യസ്തമായി തോന്നിയത്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ആർക്കും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പക്ഷേ നമ്മൾ എന്തും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ചെല്ലാൻ. അതായത് ഇപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഇന്റർവ്യൂ കഴിയാനാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ മെഡിക്കലാണ്. പക്ഷേ ഇന്റർവ്യൂവിൽ തന്നെ നമ്മൾ ഈ 10 to 15 minute ബാച്ച് ആക്കെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഇത്രയും പേരുടെ ഇപ്പൊ അവസാനം വരുന്ന ബാച്ച് ആണെങ്കിൽ ചിലപ്പോൾ അന്ന് ഇന്റർവ്യൂ നടക്കണം എന്ന് വരത്തില്ല. കാര്യം ഞങ്ങളുടെ അവിടെ തന്നെ പല ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാച്ചിനൊക്കെ ചിലപ്പോൾ നെക്സ്റ്റ് ഡേയിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പം അടുത്ത വർഷമെങ്കിലും പോകുന്നവര് അതുകൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പോകാൻ. കാര്യം ഒരു അഡീഷണൽ പെയർ ഓഫ് ഷർട്ട് കൂടെ കൈ കരുതിയാൽ അത്രയും നല്ലതായിരിക്കും. കാര്യം ഫസ്റ്റ് ഡേ ഇടുന്നത് തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയിലോട്ട് മാറേണ്ട ആവശ്യം വരത്തില്ല. അത് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ അടുത്ത ദിവസമാണ് ഞങ്ങളുടെ മെഡിക്കലിന്റെ കാര്യം പറയാനാണെങ്കിൽ ബേസിക്കലി അന്ന് നമ്മൾ രാവിലെ 7 AM നമ്മൾ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. നമുക്ക് ഫസ്റ്റ് അൾട്രാസൗണ്ടിലാണ് തുടങ്ങുന്നത്. അപ്പം AFMCയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1 പോലും ഒരു പക്ഷേ AFMCയിൽ അഡ്മിഷൻ കിട്ടാതെ പോകുന്നതിന് കാര്യം മെഡിക്കൽ ഫിറ്റ്നസിന്റെ ഒരു ക്രൈറ്റീരിയ ആണ്. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ 710 മാർക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്ന ഒരു കേസ് കാരണം പുള്ളി റിജക്റ്റ് ആയി പോവാണ് ഉണ്ടായത്. അപ്പം AFMCയിൽ മെഡിക്കൽ ഫിറ്റ്നസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് തീർച്ചയായും. കാര്യം നീറ്റ് സ്കോർ മാത്രമല്ല, അവര് നമ്മുടെ ഒരു ഓവറോൾ പേഴ്സണാലിറ്റിയാണ് നോക്കുന്നത്. ഇപ്പം ഒരു ഓഫീസറിനെയാണ് അവര് നോക്കുന്നത്. ജസ്റ്റ് ഒരു ബുക്കിഷ് ആയിട്ട് പോയാൽ നമുക്ക് അവിടെ നടക്കുന്നില്ല. നമ്മൾ അഡീഷണൽ നമുക്കൊരു കുറച്ച് വേൾഡ് അഫയേഴ്സും നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസും എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം പറയാനാണെങ്കിൽ വേറെ കാര്യമുണ്ട്. കാര്യം ആ ഇന്റർവ്യൂയുടെ അന്ന് തന്നെ എൻ്റെ ഡെന്റലും എക്സ്റേയും നമ്മുടെ കഴിഞ്ഞൊരു കാര്യം ഇതൊരു ഹെക്ടിക് പ്രോസസ് ആണെന്ന് ശരിക്കും പറയാം. കാര്യം രാവിലെ ഞാൻ 9 AM കയറിയെങ്കിലും ഫസ്റ്റ് ഡേ ഞാൻ ക്യാമ്പസിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് 8 PM അപ്പൊ രാവിലെ 9 മണിക്ക് കഴിഞ്ഞിട്ട് 8 മണി വരെ നമ്മുടെ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുകയാണ്. അപ്പം അന്ന് തന്നെ എൻ്റെ മെഡിക്കലിനകത്ത് ഡെന്റലും എക്സ്റേയും അവിടെ തന്നെ കഴിയും. അപ്പൊ നെക്സ്റ്റ് ഡേയിലിട്ട് പോകുമ്പോൾ അൾട്രാസൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അൾട്രാസൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 7 AM റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ, അൾട്രാസൗണ്ട് ഉള്ള ഫുഡൊന്നും കഴിക്കാതെ പോയെങ്കിലും
അത് കഴിഞ്ഞിട്ട് നമ്മുടെ അൾട്രാസൗണ്ട് കഴിയും. അതിപ്പം ഇത്രയും ബാച്ചസ് ഉള്ള കാരണം കുറച്ച് വെയിറ്റിംഗ് കാണും. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് കാണുമെങ്കിലും നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം അവിടെ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പം അൾട്രാസൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ENT ഉണ്ട്. ENTയിലൊക്കെ നമുക്കിപ്പം മുൻപേ ഇയർ ബാഗ്സ് ക്ലീൻ ചെയ്ത് പോകേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാര്യം അവിടെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് AFMC നമ്മുടെ നിയർ ബൈ ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഇയർ ബാഗ്സ് ക്ലീൻ ചെയ്തിട്ടുള്ള കാര്യം അവർക്ക് എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ENTക്കകത്ത് എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഇയർ ബാഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ക്ലിയർ ആവത്തില്ല. അങ്ങനെയുള്ളവരെ അവർ നിയർ ബൈ ഹോസ്പിറ്റലിലോട്ട് വിട്ടിട്ട് അപ്പം ഇയർ ബാഗ്സ് ക്ലീൻ ചെയ്ത് വരേണ്ട കേസ് വരും. അപ്പം അതൊക്കെ ആ സമയത്ത് ഭയങ്കര പാടാണ്. പിന്നെ ഒപ്താൽമോളജി ഐ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളിപ്പം അതൊക്കെ നമുക്ക് മുമ്പേ അറിഞ്ഞിരിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഐ പവർ ഒക്കെ അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ നോക്കുന്നുണ്ട്. കാര്യം ഒരു വലിയ സെക്ഷൻ തന്നെ ഒപ്താൽമോളജിക്ക് ഉണ്ട് അവിടെ. അപ്പം അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒപ്താൽമോളജിയിൽ ഒരുപാട് പേര് റിജക്റ്റ് ആയ സംഭവം ഉണ്ടായിരുന്നു. ENT ഒക്കെ ഇതൊക്കെ മുമ്പേ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം AFMC ഒരു ഡ്രീം ആയിട്ടുള്ളവര് ഇപ്പോഴേ നമ്മുടെ ഈ പ്രിപ്പറേഷൻ ഇടയിൽ തന്നെ നമ്മൾ ഇതൊക്കെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മുൻപേ ചെയ്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാന്നുള്ളത്. ഓവർ വെയിറ്റിനകത്തും റിജക്റ്റ് ആയ കേസുകൾ ഉണ്ടായിരുന്നു. കാര്യം അവർ ഹൈറ്റും വെയിറ്റും നോക്കുന്നുണ്ട്. നമ്മുടെ ബ്രോഷറിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിന്റെ കേസ്. അപ്പൊ ആ ഒരു മിനിമം ഹൈറ്റിൽ ഇത്ര വെയിറ്റേ പാടുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മളിപ്പം നീറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും വെയിറ്റ്, ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ തന്നെ ഞാനും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോയത്. അതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു സമയത്ത് പിന്നെ റഷനും ടെൻഷനും ഒന്നും അത് ലീഡ് ചെയ്യത്തില്ല, നമ്മൾ മുമ്പേ പ്രിപ്പയർഡ് ആയിട്ട് പോകാനാണെങ്കിൽ. അതേപോലെ പറയാനാണെങ്കിൽ ഇപ്പം ഗേൾസിന് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. കാര്യം സീറ്റ്സ് അവർക്ക് 30 സീറ്റ്സേ ഉള്ളൂ ഗേൾസിന് ടോട്ടല്. ബോയ്സിനാകുമ്പോൾ 115 സീറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോയ്സിന്റെ ഇത്തവണത്തെ കട്ട് ഓഫ് 622ഉം ഗേൾസിന് 648 ആയിരുന്നു കട്ട് ഓഫ് വന്നത്. അപ്പം കോമ്പറ്റീഷൻ പൊതുവെ ഗേൾസിന് അവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഗേൾസ് കുറച്ചുകൂടെ നീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം AFMC ലക്ഷ്യം വെക്കുന്നവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. കാര്യം കുറച്ച് ഹയർ സ്കോർ എപ്പോഴും എടുത്ത് വെക്കേണ്ട ആവശ്യം അവർക്ക് വരാറുണ്ട്. എല്ലാ വർഷവും ഒരു ട്രെൻഡ് കാണാനാണെങ്കിൽ അത് എപ്പോഴും ഗേൾസിന് പൊതുവെ കട്ട് ഓഫ് കൂടുതലാണ്. അപ്പൊ അതേപോലെ തന്നെ പറയാനാണ് ഇപ്പം വേറെ കാര്യം ഇപ്പോഴാണ് ഓർത്തത്, മെഡിക്കലിന്റെ കേസ് പറയാൻ ഇപ്പം നിങ്ങൾക്ക് വല്ല സർജറി ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു അവർ ലിമിറ്റഡ് ടൈം പറയും. ഇപ്പൊ ഹെർണിയ ഓപ്പറേഷൻസ് ഒക്കെ അങ്ങനത്തെ ഓപ്പറേഷൻ ആണെങ്കിൽ ഒരു 6 months പ്രയർ ആയിട്ട് ചെയ്ത് വെക്കാനാണെങ്കിൽ നമ്മളെ അതിന്റെ ടൈമിനകത്ത് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആവും. അപ്പം ഹെർണിയ പോലത്തെ കുറച്ച് മേജർ ആവുന്ന കേസിലാവുമ്പോൾ 6 months പ്രയറും ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഇപ്പം എങ്കിലും ഇപ്പം സർജറി ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു 6 months മുമ്പ് ചെയ്ത് വെക്കുന്നതാണ് സേഫ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം എന്ത് സർജറി ആയാലും, അത് ഹെർണിയ ആയാലും. പിന്നെ അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വായിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ AFMC ആഗ്രഹമുള്ള എല്ലാവരും മെഡിക്കൽ ബ്രോഷർ വായിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കാര്യം അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് 20 years താഴെയുള്ളവർ ലാസ്റ്റിക് സർജറി ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ അവർ എല്ലാം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് നോക്കി പോകാനാണെങ്കിൽ നമുക്ക് പൊതുവെ മെഡിക്കലിന് പ്രശ്നം വരേണ്ടതല്ല. നമ്മൾ ഓൾറെഡി ഒരു ചെക്കപ്പ് അത് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ സർജറിയുടെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത് പറഞ്ഞാൽ അവിടെ കാര്യം സർജിക്കൽ സ്കാർ വല്ലതും ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അപ്പം നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കൈ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അവര് എടുത്ത് പറയുന്ന കാര്യം, അതിപ്പോൾ നമുക്കൊരു സർജിക്കൽ സ്കാർ അവർ നമ്മളെ ഈ സർജറിയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ ബോഡി സർജിക്കൽ സ്കാർ വല്ലതും ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ അങ്ങനെ ഒരു സ്കാർ ഉണ്ടെങ്കിൽ അവര് അതിന്റെ ഫുൾ ഡോക്യുമെന്റ്സ് ചോദിക്കും. അത് എത്ര നാൾ മുമ്പാണ് നടന്നത്, അതിന്റെ എന്തോ റീസൺ, എന്തായിരിക്കും റീസൺ, അതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. മെഡിക്കലി ഫിറ്റുന്നവര് അപ്പീൽ ചെയ്തോളൂ. മെഡിക്കൽ ഫിറ്റ്നസ് വന്നതിന് ശേഷമാണ് വേറൊരു കാര്യം, നമ്മളെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കഴിയും. നമ്മുടെ ENT കഴിയും, ഒപ്താൽമോളജി കഴിയും, നമ്മുടെ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, അവരെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവരുടെ നമുക്കൊന്നും അപ്പം ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ ഒരു റൂമിലോട്ട് നമ്മൾ വിളിക്കും. അപ്പൊ അവിടെ വെച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ മെഡിക്കലി ഫിറ്റാണോ അൺഫിറ്റാണോ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ മെഡിക്കലി ഫിറ്റാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അന്ന് തന്നെ തിരിച്ചു വരാം. പക്ഷെ അൺഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 40 rupees കൊടുത്താൽ മതി. നമ്മളെ ഏത് കേസിലാണോ അൺഫിറ്റ് ആക്കിയത് നമുക്ക് അത് ചലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം കാര്യം ഇവർ ബ്ലഡും യൂറിനും വരെ എടുക്കുന്നുണ്ട്. അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ബ്ലഡിന്റെ ഒരു കേസ് വന്നു, ഹീമോഗ്ലോബിൻ ഇച്ചിരി കൂടിപ്പോയി, അതൊക്കെ അവര് ജസ്റ്റ് നെക്സ്റ്റ് ഡേ കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു ഡേയുടെ സ്റ്റേ ബാക്ക്. അപ്പൊ എപ്പോഴും നമ്മൾ 2 days തന്നെ തിരിച്ചു വരാൻ. ചലഞ്ച് ചെയ്യാൻ മീൻസ് ഇപ്പൊ നമുക്കൊരു ഐയുടെ കേസ് ആണെങ്കിൽ നമുക്ക് 40 rupees കൊടുക്കാനാണെങ്കിൽ അവര് വീണ്ടും ഈ പ്രൊസീജിയർ എല്ലാം ചെയ്യും, ഒന്നുകൂടെ ചെയ്ത് നോക്കും. കാര്യം അവരുടെ ഭാഗത്ത് നിന്ന് എറർ വരുന്നില്ലല്ലോ എന്നുള്ളത് ഉറപ്പിക്കാനായി. അപ്പം ഇപ്പൊ ഇൻ കേസ് ഇപ്പം മെഡിക്കൽ അൺഫിറ്റ് ആയി, അപ്പൊ അവരൊരു വേറൊരു റൂമിലോട്ട് വിളിക്കും. അവിടെ വെച്ച് നമുക്ക് വേണേൽ കൊടുക്കാം. നമുക്കിപ്പോ ഇതേപോലെ എനിക്ക് ചലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൂടെ പുനഃ സ്റ്റേ ബാക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പൊ നമ്മൾ 2 days എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അത് മാത്രം എക്സ്പെക്ട് ചെയ്തോളൂ. ഒരു 3 day പ്ലാനുമായിട്ട് AFMCയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ പോകും. കാര്യം നമ്മൾക്ക് എന്താണ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എന്ന് പറയുന്ന പോലെ. അപ്പം അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നല്ലതായിരിക്കും. കാര്യം ഈ 3 days, 3rd day നമുക്കിപ്പോ ഒരു സ്റ്റേ ബാക്ക്, ഇപ്പൊ നമുക്ക് ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയി പോകുന്നത്. കാര്യം അവിടെ പുനഃ ഹോട്ടൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാര്യം ഈ ഒരു ഇന്റർവ്യൂ ടൈം ആകുമ്പോൾ ഹോട്ടൽസ് റഷ് ആയിരിക്കും. കാര്യം
ഈ നാഷണൽ ലെവൽ ആയതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പേ വന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അത്ര AFMCക്ക് പാഷനേറ്റ് ആയിട്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോകാനാണെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇതെല്ലാം പ്രോസസ് കഴിഞ്ഞു വരാം. അതെ, ഇത്രയും ഒരു മെഡിക്കൽ ഫിറ്റ്നസ് കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോരാവുന്നേ ഉള്ളൂ. മെഡിക്കൽ ഫിറ്റ്നസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാന്നേ ഉള്ളൂ. അവർ അന്ന് തന്നെ പറയും നമ്മളോട് എന്ന് റിസൾട്ട് വരും, എത്ര ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം എന്ന് പറയും. അപ്പൊ അങ്ങനെ നോക്കാനാണ് ഇന്നലെയാണ് ഇപ്പൊ റിസൾട്ട് വന്നത്. എന്തായാലും ആ ഒരു കടമ്പകളെല്ലാം കടന്ന് എന്തായാലും റിസൾട്ട് വന്നപ്പം ആ ഒരു അഡ്മിഷൻ സാധ്യമാക്കിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തായാലും ഇത്രയും ഒരു പ്രൊസീജിയേഴ്സ് ആണ് ഈ ഒരു AFMCയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ. ഓരോ വിദ്യാർത്ഥിയും നീറ്റ് സ്കോർ മാത്രം പോരാ, ഇത്രയും കടമ്പകൾ കടന്നാൽ മാത്രമേ ആ ഒരു അഡ്മിഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു സംശയമുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഇപ്പം രഘുപതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പൊ ഇനി ഒരു നീറ്റ് സ്കോർ ആ ഒരു നല്ല മാർക്ക് കരസ്ഥമാക്കിയിട്ട് AFMCയിൽ അഡ്മിഷൻ നേടാൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും രഘുപതി, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.